എക്സ്റ്റേണൽ ഡാറ്റ അത് ഏത് സോഴ്സിൽ നിന്നാണെങ്കിലും ഫെച്ച് ചെയ്തിട്ട് AI പ്രോംപ്റ്റിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരുപാട് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ കൂടുതൽ പേരും ഡിസ്കസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് റാഗും അതുപോലെ തന്നെ MCPയും. റാഗ് എടുക്കുവാണെങ്കിൽ റീട്രൈവൽ അഗ്മെന്റഡ് ജനറേഷൻ, അതായത് നമ്മൾ ഡോക്യുമെന്റേഷനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചങ്ക്സ് ക്രിയേറ്റ് ചെയ്യും, അതിനെ എംബഡിങ് ചെയ്യും. അതിനുശേഷം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ അതിന് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഒരു സ്മോൾ ചങ്ക്സിൽ നിന്ന് റീട്രൈവ് ചെയ്തതിന് ശേഷമായിരിക്കും AI പ്രോംപ്റ്റിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആൻസർ ജനറേറ്റ് ചെയ്തെടുക്കുക. ഇനി രണ്ടാമത്തെ കേസിൽ MCP അല്ലെങ്കിൽ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ AI മോഡൽസിനെ ഡയറക്റ്റ് ആയിട്ട് ഡാറ്റാബേസസ് ആണെങ്കിലും അല്ലെങ്കിൽ അതർ എക്സ്റ്റേണൽ സർവീസസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലൈവ് സിസ്റ്റവുമായിട്ട് AIക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഒരു ഏജന്റിക് വർക്ക് ഫ്ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ളതെന്ന്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്.